ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നിതാ രാവിലെ തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കാണിച്ചു തരികയാണ്. പിന്നെ ഇതാ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം കൂടെ വെക്കണം. കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്, നേരത്തെ തുടങ്ങും മോൻക്ക്. അപ്പോൾ അവന് നേരത്തെ പോകണം. പിന്നെ എന്നും രാവിലെ ചോറാകണോണ്ടൊരു സുഖമാണ് കേട്ടോ. അത് വല്ലാത്തൊരു സുഖം തന്നെയാണ്. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാക്കണ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചീദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. പിന്നെ നമ്മൾ ചീദോശയ്ക്ക് കറി ഉണ്ടാക്കുന്ന ഉള്ളിയും തക്കാളിയും കിഴങ്ങുമാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചോറിനൊക്കെ വെള്ളം വെച്ചിക്കണ്, ഗ്യാസൊക്കെ ഓണാക്കി. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും കിഴങ്ങുമാണ് കേട്ടോ നമ്മൾ കറി വെക്കണം. അപ്പോൾ ഒരു കിഴങ്ങ് എടുത്തിട്ട് ഓന് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ, വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട്. പിന്നെ ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു കിഴങ്ങും ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ പെട്ടെന്ന് കൂക്കിയെടുക്കുകയാണ്, കറി രൂപത്തിലാക്കിയാണ് കേട്ടോ. മോൻക്കാണെങ്കിലോ കറിയില്ലാതെ പറ്റൂല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാക്കണേ നമ്മൾ ചോറക്ക് അരിയൊക്കെ ഇട്ട് ഇത് നല്ലോണം തിളക്കണുണ്ട് കേട്ടോ. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. പിന്നെ ഇത് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം അരിഞ്ഞിട്ട് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാക്കണ ഈ അരിയാണ് നമ്മൾ ഇന്ന് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അരി നല്ലോണം കഴുകിയാണ്ട് ഞാൻ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കണം. ചിലർ ദോശക്ക് ദോശ തന്നെ, ചിലർ ചീദോശ അറിയില്ലേ. അപ്പോൾ ചൂട് കൊടുക്കാനാവുമ്പോൾ നല്ല രസമല്ലേ. എനിക്ക് അങ്ങനെ ഇഷ്ടം, കറി വേണമെന്നൊന്നുമില്ല. പക്ഷേ മോൻക്ക് അങ്ങനെയല്ല കേട്ടോ, എനിക്ക് കറി വേണം. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ട് വെള്ളത്തിലിടുമ്പോൾ തന്നെ 2 വട്ടം കഴുകും കേട്ടോ. പിന്നെ രാവിലെ 2 വട്ടം കഴുകും. അപ്പോൾ ഉപ്പിട്ട് കണ്ട് ഞാൻ അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചോറൊക്കെ റൈസ് കുക്കർക്ക് ഞാൻ ഇറക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ ആവട്ടെ. അപ്പോൾ ഇതാക്കി നമ്മൾ കൂട്ടാനും അവന് കൊണ്ടാടുള്ളത് അതേപോലെ അരിഞ്ഞിട്ട് മഞ്ഞളും മുളകും കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇതിന് പൊരിച്ചെടുക്കണം. പിന്നെ ഇന്നലത്തെ ലേശം ചോറ് ബാക്കിയുണ്ട്, നല്ല അരിയാണ് കേട്ടോ. എനിക്ക് റേഷൻ പീടിയത്തെ അങ്ങനത്തെ അരിയാണ് ഇഷ്ടമെങ്കിലും റേഷൻ പീടിയത്തെ അരി ഇപ്പോൾ കഴിഞ്ഞിരിക്കണം. അപ്പോൾ നല്ല അരിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ചോറ് ബാക്കിയിൽ കളയണ്ടല്ലോ കരുതിയിട്ട് ഇപ്പുറത്ത് അടുപ്പിൽ അപ്പം ചൂടുന്നുണ്ട്, അപ്പുറത്തെ അടുപ്പിൽ തോമിച്ചോറും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോനും ഞാനൊക്കെ തിന്നു, കാരണം വെറുതെ കളയണ്ടല്ലോ എഴുതിയിട്ട് നെയ്യിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഇതാക്കണം മോൻക്ക് പോകാനായി തുടങ്ങിയപ്പോൾ ഓനക്ക് ഞാൻ കുറച്ച് ചോറും അതേപോലെ അപ്പം വേണമെങ്കിൽ അവന് അപ്പം കഴിച്ചോട്ടെ എഴുതിയിട്ട് അപ്പം ഇതാണ് നമ്മളെ കറിയിട്ട്. നാളേരൊന്നും അരച്ചിട്ടില്ല, ഓനക്ക് നാളേരൊന്നും അരക്കണം വലിയ ഇഷ്ടമല്ല കേട്ടോ. ഓനക്ക് ഓൻ്റെ അപ്പാക്കൊന്നും. എനിക്ക് നാളേരൊക്കെ എല്ലാത്തുക്കും അരക്കണമൊക്കെ ഇഷ്ടമാണ്. തോനെ ഇത് കുറച്ചൊക്കെ നാളേരം അരക്കണം എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിങ്ങനെ കുത്തി കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചിക്കൻ മസാലപ്പൊടി ഇടും കേട്ടോ അങ്ങനത്തെ കറിക്കൊക്കെ. അപ്പോൾ ഒരു ചിക്കൻ കറിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. പിന്നെ ഇറച്ചിയോ മീനൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങാടിക്ക്. അപ്പോൾ എനിക്ക് മടിയാണ്, ഇപ്പോൾ നാറമായി അല്ലേ, പിന്നെ മോളെയും കൊണ്ട് പോകണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ പോകില്ല, പോകുമ്പോൾ ഒക്കെ പാടെ വാങ്ങും. അങ്ങനെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം കുറച്ച് ബിരിയാണി വെച്ചേക്കാണ്. എന്ത് ബിരിയാണി വെച്ചാൽ പിന്നെ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കിട്ടിയപ്പോൾ അങ്ങനെ ബിരിയാണി വെച്ചതാണ്, അല്ലാതെ എനിക്കിഷ്ടമൊന്നുമില്ല കേട്ടോ ചെമ്മീൻ ബിരിയാണി. എന്ത് ബിരിയാണി ആയാലും തിന്നൊക്കെ ചെയ്യുന്നാലും ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി അങ്ങനെയൊക്കെ. കുറച്ച് ചിക്കൻ കിട്ടിയപ്പോൾ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് ചെമ്മീൻ ബിരിയാണി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. വീണ്ടും കാണാതെ വരേക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും.